അഹങ്കാരം ഒരിക്കലും രക്ഷപ്പെടൂല. ചില ആളുകളുണ്ട്, ഞാനാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ ആള്, എന്റെ കീഴിലെ ബാക്കിയുള്ളവരൊക്കെ ജീവിക്കാവൂ, ഞാൻ പറയുന്നത് ഇവിടെ നടപ്പിലാക്കാൻ സാധിക്കുള്ളൂ, ഞാൻ പറയുന്നത് ഇവിടെ നടപ്പിലാകാൻ പാടുള്ളൂ, ഞാൻ ചെയ്യുന്നത് മാത്രമേ ലോകത്ത് അറിയപ്പെടാൻ പാടുള്ളൂ, ഞാനാണ് ഈ നാട്ടിലെ, ഈ സ്ഥലത്തെ, ഈ പ്രദേശത്തെ ഏറ്റവും വലിയ പ്രാമാണികതയുള്ള വ്യക്തി. ഇങ്ങനെ അഹങ്കാരത്തിലേക്ക് അടിമറന്നു പോകുന്ന ചില മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങൾ പറയാം, അവൻ അമീനല്ല, അവൻ വിശ്വാസിയല്ല, അവൻ അള്ളാഹനെ നിഷേധിച്ചവനാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, നബിതങ്ങൾ പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത, നമ്മൾ തുടക്കത്തിൽ ഓതി വെച്ച ഹദീസ്, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി ഹബ്ബത്തു ഖിർദലിൻ മിനൽ കിബ്ർ, അണിമണി തൂക്കം അഹങ്കാരമുള്ളവൻ. അത് നബിതങ്ങൾ എത്രമാത്രം സൂക്ഷ്മതയോടുകൂടിയാ പറഞ്ഞത്. അണിമണി തൂക്കം അഹങ്കാരമുള്ളവൻ ഒരിക്കലും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അണിമണി തൂക്കം അഹങ്കാരമുള്ളവൻ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആര് വിനയം കാണിക്കുന്നു അല്ലാഹു അവനെ വാനോളം ഉയർത്തും, ആര് അഹങ്കരിക്കുന്നു അവരെ അല്ലാഹു വാനോളം താഴ്ത്തിക്കളയും. മൻ തവാളഅ ലില്ലാഹ് റഫഅഹു അല്ലാഹ്, ആര് വിനയം കാണിക്കുന്നു അവനെ അല്ലാഹു ഉയർത്തും, ആര് അഹങ്കരിക്കുന്നു